ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ നല്ല സമയത്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൂടി വന്ന് നമ്മുടെ അഭയാചനകൾ സ്തോത്രത്തോടെ അർപ്പിപ്പാനും ആ നൽകിയ വിലയേറിയ സമയത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരുമിച്ച് നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ആത്മീക സത്യങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 84 സങ്കീർത്തനം 3 വാക്യം, സാംസ് 84 വേഴ്സ് 3. അതിപ്രകാരം പറയുന്നു: കുരുകിൽ ഒരു വീടും മിവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അത് സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠങ്ങളിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം നമ്മോട് ഇടപെടണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻമൊഴികൾ. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഇന്നലെ സമയത്തിനോട് സ്തോത്രം. കർത്താവയോടുത്ത ദൈവവചനവുമായി അടിയൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവാഴ്ത്തുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിമച്ചുകളെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ വചനം അവിടുത്തെ വക, ഞങ്ങളും അവിടുത്തെ വക തിരുസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകലതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ, ആമേൻ. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം നമ്മുടെ ഈ കൂട്ടായ്മകളിലും നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെയും നമ്മൾ ഒത്തിരി വട്ടം കേട്ടിട്ടുള്ള ഒരു മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് 84 സങ്കീർത്തനം. നമുക്കറിയാം, 66 പുസ്തകങ്ങളിൽ 5 പാഠ്യപുസ്തകങ്ങൾ, അതിൽ ഏറ്റവും വലിയ പാഠ്യപുസ്തകമാകുന്ന സങ്കീർത്തനത്തിൽ നിന്നാകുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 5-ൽ പരം എഴുത്തുകാർ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എഴുതപ്പെട്ട ഈരടികളാകുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ സങ്കീർത്തനം അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ എഴുതിയിരിക്കുന്നുണ്ട്, കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ഏകദേശം 11-ൽ സങ്കീർത്തനം ഈ കോരഹ് പുത്രന്മാർ ഈ വേദപുസ്തകത്തിൻ്റെ ഏടുകളിൽ എഴുതിയിട്ടുണ്ട്. കോരഹിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പല കോരഹന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാരംഭമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിൽ 5 വാക്യത്തിൽ യേശാവിൻ്റെ വംശപാരമ്പര്യത്തിൽ കനാനിൽ വെച്ച് ജനിച്ചതായുള്ള ഒരു മകനാകുന്നു. ഹല്ലേലൂയ. ഈ കോരഹ് എന്ന് പറഞ്ഞ ഒരാളിനെ കേൾക്കുന്നു. അവിടെ വെച്ചാണ് യാക്കോബും ഹല്ലേലൂയ യേശാവും തമ്മിൽ രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്ന സമയം ഉണ്ടായത്. എന്നാൽ ഇവിടെ നാം കാണുന്ന ഹല്ലേലൂയ ഈ കോരഹിൻ്റെ പുത്രന്മാരെ പറ്റി പറയുന്നത് ഹല്ലേലൂയ സംഖ്യാപുസ്തകം 16 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും
അതിന് 26-ാം അധ്യായം 10-ാം വാക്യത്തിലുമുള്ളതായുള്ള ആ കോരഹിൻ്റെ പുത്രന്മാരെ പറ്റിയാണ് നാം കാണുന്നത്. ഈ കോരഹിൻ്റെ പറ്റി വേദപുസ്തകം പറയുന്നു. ആരാണ് ഈ കോരഹ്? സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ലേവി ഗോത്രത്തിൽ കൊഹാത്തിൻ്റെ മകനായ ഇസഹാരിൻ്റെ മകനായ കോരഹ്. ഹല്ലേലൂയ. അവൻ നമുക്കറിയാം. അതാണ് ആ കോരഹിൻ്റെ പുത്രന്മാരെ പറ്റി എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് ഈ കോരഹിൻ്റെ പുത്രന്മാരുടെ പേര് പറയുന്നത്. കോരഹിൻ്റെ പുത്രന്മാരോ അസൂർ, എൽക്കാന, അബിയാസാഫ് എന്നീ 3 പേരെ പറ്റി അവിടെ നാം കാണുന്നുണ്ട്. ഇവരുടെ ജോലി എന്താണ്? ഹല്ലേലൂയ. അവരുടെ ജോലിയെപ്പറ്റി പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകം പഠിച്ചാൽ 1 ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായം 19-ാം വാക്യത്തിലും 1 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യത്തിലും പറയുന്നുണ്ട്, യെരുശലേമിൻ്റെ ഹല്ലേലൂയ വാതിലിൻ്റെ ഉമരിപ്പടിയുടെ കാവൽക്കാരായി അവരുടെ കാര്യ വിചാരകന്മാരായിട്ട് ഇവരെ നിയമിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. എന്താണ് ഈ സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതുവാനുള്ള കാരണം? ഈ സങ്കീർത്തനം ഹല്ലേലൂയ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സിയോൻ യാത്രക്കാരുടെ ഒരു പരദേശിയുടെ ഹല്ലേലൂയ യെരുശലേമിലേക്കുള്ള ഒരു യാത്രാ ഗീതമായിട്ടാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എഴുതുവാനുള്ള കാരണം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ലേവി ഗോത്രത്തിലുള്ള ഇസഹാരിൻ്റെ മകനായ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാസിന്റെ പുത്രനായ ദാദാം, അബീരാം, പെലോത്തിന്റെ മകനായ ഓൻ തുടങ്ങിയ 280 പേർ. അവർ പറഞ്ഞു, മോശയും അഹരോനും മാത്രമല്ല വിശുദ്ധർ, ഞങ്ങളും വിശുദ്ധരാണ്, ഞങ്ങളും ദേവാലയത്തിൻ്റെ അകത്ത് കയറി ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവപുരുഷനാകുന്ന മോശ ഹല്ലേലൂയ മുടുമ്പാടപ്പെട്ട് കരഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, എല്ലാ ഗോത്രത്തിൽ നിന്നും ആൾക്കാർ ധൂപകലശവുമായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരു അസാധ്യമായ കാര്യം അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം, ഭൂമി വായ് പിളർന്ന് ഹല്ലേലൂയ കോരഹും കൂട്ടരെയും 250 പേരെയും വാ പിളർന്ന് ഹല്ലേലൂയ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ സംഖ്യാപുസ്തകം 26-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ കോരഹിന്റെ പുത്രന്മാരു മരിച്ചില്ല. വേദപഠിതാക്കൾ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ ഈ കുഞ്ഞുങ്ങൾ കയറി രക്ഷപിടിച്ചതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ മരിച്ചില്ല. അതുകൊണ്ട് എന്താ, പിൽക്കാലത്ത് ഈ കോരഹപുത്രന്മാർ പലയിടത്ത് പോകുമ്പോൾ അവരുടെ സങ്കീർത്തനത്തിലൊക്കെയും പറയുന്നുണ്ട്. 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ ഇടവിടാതെ നിന്ദിച്ചുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ അസ്ഥികളെ എല്ലാം ഒടിച്ച് ക്ഷയിപ്പിക്കുന്ന അനുഭവമായി തീരുന്നു. നിന്റെ അപ്പനും കൂട്ടരും പ്രാർത്ഥിക്കുന്നവരായിരുന്നല്ലോ, അവരെന്തേ എന്ന് പല പീഡനങ്ങളും പല നിന്ദകളുടെ മധ്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ ആശ്രയം ചെയ്തതുകൊണ്ട് അവർ രക്ഷ നേടിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 84-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യമാണ്. 84-ാം സങ്കീർത്തനത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത് ഹല്ലേലൂയ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതല്ല എൻ്റെ പ്രസംഗ വിഷയം. 1 മുതൽ 4 വരെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ആ യെരുശലേമിന്റെ സിംഹാസനം കണ്ടിട്ട് അവരുടെ യാത്രയാണ് അവരുടെ ആഗ്രഹം, ഡിസയർ ഓഫ് പിൽഗ്രിം. ഹല്ലേലൂയ 5 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ ഒരു യാത്ര പുറപ്പെടുന്നവരുടെ അവരുടെ ജീവിതത്തിന്റെ പ്രാർത്ഥന അനുഭവമാണ്. ഹല്ലേലൂയ അവിടെ കാണുന്ന അവരുടെ യാത്രയുടെ അനുഭവം, ജേർണി ഓഫ് പിൽഗ്രിം. അതിൻ്റെ 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ അവർ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവർക്കുള്ള സംതൃപ്തിയും സന്തോഷത്തെയും പ്രകടമാക്കുകയാണ്. ജോയ് ഓഫ് ദ പിൽഗ്രിം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, ഈ തിരുനിവാസം കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. എന്നാൽ ഈ 3-ാം വാക്യത്തിൽ നമ്മൾ 3-ാം വാക്യത്തിൽ കാണുന്നു,
കുരുകിൽ ഒരു വീടും മിവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നുവല്ലോ. ഈ പക്ഷികളെപ്പറ്റി നാം പഠിക്കുകയാണെങ്കിൽ വേദപുസ്തകം പഠിച്ചാൽ ഒരു അശുദ്ധമായ പക്ഷികളുടെ കൂട്ടത്തിൽ പെടുന്ന 2 പക്ഷികളാണ്. അത് തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മീവലിനെ പറ്റി പറയുന്നു. സദൃശവാക്യം 26 അധ്യായം 2 വാക്യത്തിൽ, 84 സങ്കീർത്തനം 3 വാക്യത്തിൽ, യെശയ്യാ പ്രവചനം 38 അധ്യായം 14 വാക്യത്തിൽ, യിരെമ്യാ പ്രവചനം 8:7 മീവലിനെ പറ്റി പറയുന്നു. എന്നാൽ കുരുകിനെ പറ്റി പറയുന്നുണ്ട്. 102 സങ്കീർത്തനം 7 വാക്യം, 84 സങ്കീർത്തനം 3 വാക്യം, സദൃശവാക്യം 26:2. പുതിയ നിയമത്തിൽ 2 ഭാഗത്ത് യേശു ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 10 അധ്യായം 24-9 വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിലും നമുക്ക് ഈ കുരുകിലിനെ പറ്റി കാണുന്നുണ്ട്. എന്നാൽ ഈ 2 ചെറിയ പക്ഷികൾ, ഒരു സ്മോൾ 2 പക്ഷികൾ ഒരു ബിഗ് ലെസൺ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 2 പക്ഷികളുടെയും ജീവിതത്തിൽ അവർ പറയുകയാണ് അവരുടെ ആശ്രയം ദൈവഭവനത്തിലാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ജീവിതത്തിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു അശുദ്ധമായ ഒരു ജീവിയായിരിക്കാം, മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ചെറിയ ജീവിയായിരിക്കാം. എന്നാൽ നമ്മുടെ ആശ്രയം, അവർ പറയുകയാണ് അവരുടെ ആശ്രയം ദൈവത്തിലാണ്. ഹല്ലേലൂയ. 20 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുന്നു, ചിലർ രഥങ്ങളിലും കുതിരകളിലും ഞാൻ ആശ്രയിക്കും, ഞങ്ങളോ എൻ്റെ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നമുക്ക് ആശ്രയം കണ്ടെത്തുവാൻ ഈ 2 പക്ഷികൾ പറയുന്ന പോലെ ഹല്ലേലൂയ, അവർ ദൈവത്തിൻ്റെ യാഗപീഠങ്ങളിൽ തന്നെ. ഹല്ലേലൂയ. അവർക്ക് വേണമെങ്കിൽ നമുക്കറിയാം, യാഗപീഠങ്ങളിൽ പ്രാകാരത്തിലും ഹല്ലേലൂയ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും പോകണമെങ്കിൽ ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ പോകുവാനൊക്കത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, ഈ കുഞ്ഞു 2 പക്ഷികൾ മറ്റുള്ളവർ നോക്കുമ്പോൾ അശുദ്ധരാണ്, മറ്റുള്ള മുന്നിൽ വിലയില്ലാത്തവരാണ്, മറ്റുള്ളൊരു ചെറിയ പക്ഷിയാണ് എങ്കിൽ തന്നെയും ഇതിന് ഹല്ലേലൂയ എപ്പം വേണേലും കയറി ചെല്ലാം. അതാണ് ഹല്ലേലൂയ ലിസമാമ പ്രാർത്ഥിച്ചപ്പോൾ എബ്രായ ലേഖനം 4:16 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും ഹല്ലേലൂയ ആ തക്ക സമയത്ത് കൃപാസനത്തിൻ്റെ മുന്നിൽ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം. മറ്റുള്ളവർ നമ്മെ തടയുമ്പോൾ ഈ 2 കുഞ്ഞു പക്ഷികൾക്ക് അതിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഉന്നതിയിൽ പോകുവാൻ അതിന് കൃപയാൽ ഭാഗ്യം ലഭിച്ചു. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ കുരുകിലിനെ പറ്റി നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ ആശ്രയം പറയുകയാണ് അത് ദൈവത്തിലാണ്. ഈ 102 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുന്നുണ്ട്, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുകിൽ. ഹല്ലേലൂയ. 84 സങ്കീർത്തനം 3 വാക്യം, അത് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്കൊരു കൂട് ഹല്ലേലൂയ അത് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുവാനുള്ള കാരണം? അത് ഹല്ലേലൂയ തൻ്റെ ഇണ പോയി കഴിഞ്ഞാൽ ഇണയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു കുറുകിയിരിക്കുന്നു. ഹല്ലേലൂയ പ്രിയന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു ചെറിയ പക്ഷി. കാരണം എന്താണ്? സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ അത് ആശ്രയം കണ്ടെത്തി. അതുകൊണ്ട് കുരുകിലിന് അപ്രകാരം പറയുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം കുരുകിലിനെ പറ്റി ഞാൻ മുമ്പേ പറഞ്ഞു. മത്തായി സുവിശേഷത്തിലും ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 12-6 വാക്യത്തിലും യേശു ക്രിസ്തു പറയുന്നുണ്ട്, 1 കാശിന് 2 കുരുകിൽ, 2 കാശിന് 5 കുരുകിൽ, ഒരു ചെറിയ 2 പക്ഷികൾ. മറ്റുള്ള മുന്നിൽ ഒരു നിസ്സാരമായ ഒരു പക്ഷിയാണ്. എന്നാൽ ഹല്ലേലൂയ അതിനൊരു വിലയില്ലാതിരിക്കുമ്പോൾ, എന്നാൽ അത് വിലയുള്ളവൻ്റെ കയ്യിലായിരിക്കുമ്പോൾ അതിന് പറയുവാൻ സാധിക്കും, എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണ്. നമ്മുടെ ആശ്രയം ആരിലാണ്? ഈ ലോകത്തിൽ നാം ആശ്രയം തേടിയാൽ നമ്മുടെ ആശ്രയങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 15 വാക്യത്തിൽ അപ്പൻ്റെ ഇളയ മകൻ ഹല്ലേലൂയ അപ്പൻ്റെ കയ്യിൽ നിന്നെല്ലാം മേടിച്ചിട്ട് പോയിട്ട് അവിടെ വായിക്കുകയാണ്, ആ രാജ്യത്തെ ഒരു വലിയ പ്രഭുവിൽ അവൻ ആശ്രയം കണ്ടെത്തി. എന്നാൽ
കഴിക്കുന്ന വാളവർ പോലും തിന്നുവാൻ അവന് ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അങ്ങനെയാണ്. 118 സംഗീതത്തിന് 7 വാക്യങ്ങൾ പറയുന്നു. വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു നിസ്സാര പക്ഷിയാണ്. ഹല്ലേലൂയ. മറ്റുള്ള മുമ്പിൽ വിലയില്ലാത്തതാണ്. ഹല്ലേലൂയ. അതിൻ്റെ ജീവിതത്തിൽ യഹോവയുടെ യാഗപീഠത്തിൽ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെയല്ല വീട്ടിൽ മുകളിൽ തനിച്ചിരുന്ന ഒരു കുരുകിൽ. ഈ ഹല്ലേലൂയ അടുത്ത മീവലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ മീവൽ പക്ഷിയെ പറ്റി ഹല്ലേലൂയ കുരുകിലിനെ പറ്റിയും ഹല്ലേലൂയ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സദർശവാക്യം 26:2 ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ അതിപ്രകാരം പറയുന്നു. ഹല്ലേലൂയ കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം നിന്റെ മേൽ ഫലിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കുരുവി ഹല്ലേലൂയ മീവൽ പക്ഷി ഹല്ലേലൂയ കൂട്ടം കൂടിയാ പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഹല്ലേലൂയ അതിന് തക്കതായുള്ളൊരു പക്ഷിയുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ നമ്മളൊക്കെ പറയും കരിയില പക്ഷി. അത് കുഞ്ഞു പക്ഷിയാണ്. അത് കരിയിലടയും. ഇത് കൂട്ടം കൂടി ചലിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ എന്ന് വഴക്കിടുന്നു പറഞ്ഞ് നമ്മൾ അത് പോകുമെന്നും പറഞ്ഞ് ഓടിക്കളയും. അപ്പോൾ മറ്റുള്ള ഇതിൻ്റെ മുന്നിൽ അത് നിലവിളിക്കുകയാണ് ദൈവസന്നിധിയിൽ. കാരണം കൂടാതെ ഈ മീവൽ പക്ഷി കടന്ന് വിളിച്ചു കൂടിയാണ്. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ പറയും ഇത് ശാപം വരുവാണ് എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയും. എന്നാൽ അത് ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് അതിൻ്റെ അലപ്പ് നിർത്തുന്നില്ല. ഹല്ലേലൂയ. അതിന് തക്കതായുള്ളൊരു വാക്യമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, യെശയ്യാപ്രവചനം 38 വാക്യത്തിൽ ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടപ്പോൾ പ്രവാചകൻ വന്ന് പറഞ്ഞു നീ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ 14 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഹല്ലേലൂയ. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ എൻ്റെ കണ്ണ് ഉയരത്തിലേട്ട് നോക്കി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഒരു മീവൽ പക്ഷിയെ പോലെ ഹല്ലേലൂയ കൊക്കിനെ പോലെ ഇത് കടന്ന് അലയ്ക്കുന്നത് പോലെ ഈ ഹിസ്കിയാവ് രാജാവാണ്. അവൻ നിലവിളിക്കുകയാണ്. മറ്റുള്ളവരെന്തു പറയും നോക്കിയില്ല. അവൻ്റെ സൈന്യം എന്തു പറയും നോക്കിയില്ല. ഹല്ലേലൂയ. മറ്റുള്ള മുന്നിൽ ഒരു കൊക്കിനെ പോലെ മീവൽ പക്ഷിയെ പോലെ ചെലച്ചുകൊണ്ട് അവൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നെടുമ്പാടപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ മീവൽ പക്ഷി നൽകുന്നൊരു പാഠം, ജീവിതത്തെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ സ്ഥാനവും മാനവും നോക്കിയൊക്കെ ആയിരിക്കും നമ്മുടെ നിലവിളി. എന്നാൽ ഹല്ലേലൂയ നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായൊരു ദൈവം, അത് നമ്മുടെ ദൈവമാണ്. എന്നാൽ ഹല്ലേലൂയ 1 ശമൂവേൽ പ്രവചനം ഹല്ലേലൂയ 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ എഫ്രൈം മലനാട്ടിൽ എൽക്കാന എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ഹല്ലേലൂയ പെനീന, ഒരാളുടെ ഹന്ന. എന്നാൽ പെനീനയ്ക്കോ മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ല. വീട്ടിൽ ഹല്ലേലൂയ അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ പ്രതിയോഗി പലപ്പോഴും നിന്ദിക്കുന്നൊരു പരുവം. എന്നാൽ എൽക്കാന അത് കേട്ടിട്ട് പറയും, എടാ 10 പുത്രന്മാരെക്കാൾ നീ എനിക്കുന്ന ഞാൻ നിനക്ക് നല്ലവനല്ലോ എന്ന് പറഞ്ഞാലും അവളുടെ കണ്ണീര് അവിടെ നിലവിളി അവൾ നിർത്തിയില്ല. അവൾ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദേവാലയത്തോട്ട് ചെന്നു. അവിടെയും നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ പുരോഹിതനാകുന്ന ഏലി പറഞ്ഞു, ഇവളെന്തോ നിലവിളിക്കുക, ഇവൾ മദ്യപിച്ചിട്ടാണോ എന്ന്. എന്നിട്ട് അവിടെ നിലവിളി നിർത്താതെ അവൾ അവിടെ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ആ നിലവിളി മുന്നിൽ സ്വർഗം ഇറങ്ങി വന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മീവൽ പക്ഷി മറ്റുള്ള മുന്നിലൊരു ശാപമായിരിക്കാം. എന്നാൽ അത് സൈന്യങ്ങളുടെ യഹോവയുടെ മുന്നിൽ ഒരു യാഗപീഠം കണ്ടെത്തിയിരിക്കുന്നു. മറ്റുള്ള മുന്നിൽ അതിൻ്റെ നിലവിളി മറ്റുള്ളവർക്കൊരു ഒരു നിന്ദാപാത്രമായിരിക്കാം. എന്നാൽ യഹോവയുടെ യാഗപീഠത്തിൽ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. എന്നാൽ ഹല്ലേലൂയ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും. യെരമ്യാ 8:7 പ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ കൊക്കും മീവൽ പക്ഷിയും ഹല്ലേലൂയ തൻ്റെ പ്രിയൻ്റെ മടങ്ങി വരവിൻ്റെ കാലം അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. മീവൽ പക്ഷി പറയുകയാണ്
ഹല്ലേലൂയ. നമുക്ക് ചില പക്ഷികളും മൃഗങ്ങളും കാലാവസ്ഥയുടെ വ്യതികാലങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരും. എന്നാൽ പ്രവാചകൻ ജനത്തെ നോക്കി പറയുന്നു, ഹല്ലേലൂയ, ആകാശത്തിലെ പെരിഞ്ഞാറിയും കൊക്കും വിവൽപക്ഷിയും ഹല്ലേലൂയ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? തന്റെ പ്രിയന്റെ മടങ്ങി വരവിന്റെ കാലം അറിയുന്നു. എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവജനമേ, ഈ പക്ഷി നമ്മളെ പിടിച്ച് പറയുന്നത്, ഇതാ ഒരു പ്രാണപ്രിയനുണ്ട്, അവൻ്റെ വരവേറ്റവും ആസന്നമായി. ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 1:11 പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും വരും. എന്നാൽ അവൻ വരുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്? ഹല്ലേലൂയ, കുരികിൽ സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ. ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾക്കും അവന് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആശ്രയിപ്പാനൊരിടമുണ്ട്. ഈ ലോകത്ത് മനുഷ്യരിൽ നാം ആശ്രയിച്ചാൽ അവരെല്ലാം നമ്മെ ഉപേക്ഷിക്കും. എന്നാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. കൊരകപുത്രന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ ഹല്ലേലൂയ തൻ്റെ അപ്പനെയും കൂട്ടരെയും വാവുലർന്ന് വിഴുങ്ങിക്കളഞ്ഞപ്പോൾ യഹോവയുടെ യാഗപീഠത്തിൽ ആശ്രയം നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഇപ്രകാരം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവരുടെ ജോലിയോടുള്ള ബന്ധം പറഞ്ഞു. അവർ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി എനിക്ക് ഏറെ ഇഷ്ടം. 84-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി എനിക്കേറെ ഇഷ്ടം. അപ്പനും കൂട്ടരും ദേവാലയത്തിൻ്റെ അകത്ത് കയറി അങ്ങ് ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊരിക്കലും ഈ ദേവാലയത്തിൻ്റെ അകത്ത് കയറണ്ട. അതിൻ്റെ വാതിലിൻ്റെ കാവൽ ഉമ്മരിപ്പടികളിൽ ഒരു കാവൽക്കാരനായി ഹല്ലേലൂയ പുറമേ നിൽക്കുവാൻ മാത്രം എനിക്ക് മതി. എന്നാൽ ആ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചുവെങ്കിൽ ഹല്ലേലൂയ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെ താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യാം. കർത്താവേ, ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടുന്നൊക്കെയും ഹല്ലേലൂയ അത് അധികമായി ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. കുരികിലും മീവൽ പക്ഷിയും കുഞ്ഞുങ്ങൾക്കൊരു കൂട് കണ്ടെത്തിയിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവേ നിന്നിലാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ നിത്യം ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ ഹല്ലേലൂയ ഈ കുരികിലും മിവൽ പക്ഷിയെയും നമുക്ക് കാണിക്കുമ്പോൾ ഹല്ലേലൂയ നാം നിസ്സാരന്മാരായിരിക്കാം. നമുക്കറിയാം, ഇന്ത്യയിലും പല പ്രദേശങ്ങളിലൊക്കെയും നമ്മെ നിസ്സാരന്മാരായി, നമ്മളെ വിലയില്ലാത്തവരായി, നമ്മെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചുവെങ്കിൽ കഷ്ടങ്ങൾ സഹിച്ച കർത്താവ് നമ്മെ സ്വീകരിപ്പാൻ വീണ്ടും വരുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു ഹല്ലേലൂയ ഒരു വലിയൊരു കിരീടങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകും. നാം നിസ്സാരന്മാരായിക്കൊള്ളട്ടെ, നമ്മൾ വിലയില്ലാത്തവരായിക്കൊള്ളട്ടെ, മറ്റുള്ള മുന്നിൽ നമ്മൾ ശാപവാക്കുകളായിക്കൊള്ളട്ടെ, എന്നാൽ ഇതിനെപ്പോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ ആശ്രയം ചെയ്യുന്ന നല്ലൊരു അനുഭവമായി തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. കേൾപ്പിച്ച ദൈവവചനത്തിന് മുന്നിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. കുരികിൽ തനിക്കൊരു വീടും മീവൽ പരവതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടുങ്കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും മീവൽ പരവതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടുങ്കണ്ടെത്തിയല്ലോ. നിന്തിരു ബലിപീഠം തന്നെ നിന്തിരു ബലിപീഠം തന്നെ ധന്യം നിന്നാ
ലയത്തിൽ വസിപ്പാൻ നിത്യം സ്തുതിക്കുമവർ നിന്നെ. ആമേൻ, നിത്യം സ്തുതിക്കുമവർ നിന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയും